എന്നാലും ഞാൻ എങ്ങനെ അവളോടൊന്ന് പോയി അവതരിപ്പിക്കൂന്നാണ്. അതിപ്പോ നേരെ എന്നങ്ങ് ഐ ലവ് യു എന്ന് പറഞ്ഞാ പോരെ? എടാ ഞാനൊരു രഞ്ജി പ്ലെയർ അല്ലടാ, അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? നേരെ പോയി ഇങ്ങനെ പറയാന്നൊക്കെ ചച്ച. അപ്പൊ നീ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഇന്ന് കുണുങ്ങാതുള്ള കാര്യം ഒന്ന് പറയടേ. ഞാൻ ഉണ്ടല്ലോ നേരെ അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് റിയ, എന്റെ മനസ്സ് ഒരു IPL സീസൺ പോലെയാണ്. ടീമുകൾ മാറി മാറി വരും, പക്ഷെ ഞാനെന്നും RCBയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നീയാണ് എന്റെ RCB. വേണ്ട, നീ ഒരു എസ് പറഞ്ഞ CSK ധോണി കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ നിന്നെ കൊണ്ട് നടക്കും. പക്ഷെ നീ നോ പറഞ്ഞ ആ ജഡേജ CSK വിട്ടുപോയതുപോലെ ഞാൻ നിന്നെ വിട്ടുപോവില്ല. RCBയെ ചേർത്ത് പിടിച്ച കോഹ്ലിയെ പോലെ ഞാൻ എന്നും നിന്റെ പുറകെ വരും. നമുക്ക് ലൈഫിൽ ഒരുമിച്ച് ഒരു സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് അടിക്കാം. നമ്മുടെ ബന്ധം ഹർഭജനെയും ശ്രീശാന്തിനെയും പോലെ ആയിരിക്കില്ല, പകരം ധോണിയും റെയ്നയും പോലെ ആയിരിക്കും. ഇനി പറ, ഞാൻ ഔട്ടാണോ അതോ നോട്ട് ഔട്ടാണോ? സൂപ്പർ, ഒന്ന് പോയടാ. സൂപ്പർ അല്ലേ? എന്താണ് സീൻ പ്രപ്പോസൽ അല്ലേ? സീൻ പ്രപ്പോസലാ, പക്ഷെ ഡിലീറ്റഡ് സീനാ. അസൂയ. അല്ലേലും നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിയാൻ നടത്തേണ്ടി. അല്ല, അവക്ക് ഇതിന് ഇഷ്ടമാണ്. എന്താ ഇത്ര ഉറപ്പ്? അളി അതുണ്ടല്ലോ, അവൾ എന്നെ എവിടെ വെച്ച് കണ്ടാലും ചിരിക്കും. ചിരി എന്നൊക്കെ പറഞ്ഞ നീ വിചാരിക്കുന്ന പോലത്തെ ചിരിയല്ല, നല്ല ചിരിച്ച് കൊഞ്ചി നാണത്തോടെ. എന്നിട്ട് ഉദാഹരണത്തിന് ഒരു ദിവസം ഗേറ്റ് കൂട്ടി ബൈക്ക് എടുക്കാനായിട്ട് വരായിരുന്നു. ഇവളപ്പോഴേക്കും എന്നെ പാസ് ചെയ്തു പോയി. പക്ഷെ കുറച്ചു ദൂരത്തിൽ തിരിഞ്ഞു നോക്കി ഒരു ചിരി. പാവം, അവൾക്ക് എന്നെ കണ്ട ഒന്ന് ചിരിക്കാതെ പോകാൻ പോലും പറ്റില്ല. സില്ലി ഗേൾ. അത് മാത്രമല്ല, അവളുടെ അപ്പൂപ്പ മരിച്ച ദിവസം ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോ അന്നും എന്നെ നോക്കി ചിരിച്ചു. ഉള്ളത് പറഞ്ഞ ചിരി മാത്രമേ ഉള്ളൂ. ചിരിയെങ്കിലും ഉണ്ടല്ലോ. അല്ല, നിനക്ക് ചിരി മാത്രം മതിയെങ്കിൽ പിന്നെന്താ പ്രശ്നം? പ്രശ്നമായിട്ടൊന്നുമില്ല. എന്നാ പിന്നെ പോയി പറയാല്ലേ? പറഞ്ഞോ, പക്ഷെ നേരത്തെ കമന്ററി വേണ്ട. അത് വേണ്ടേ? വേണ്ട. നിനക്കൊരു പെങ്കൊച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഡയറക്റ്റ് എന്ന് ഇഷ്ടമെന്ന് പറയണം. ആണെങ്കിൽ ഐ ലവ് യു കഴിഞ്ഞിട്ടോ. സിമ്പിൾ അല്ലേ? അത്രയും മതിയാ? അത്രയും മതിയാ? അത് ഭയങ്കര സിമ്പിളായി പോവില്ലേ? പോവാം. എന്നാ ഒരു വലിപ്പോ. എവിടാ നിന്റെ പെണ്ണ്? നീ ഇങ്ങനെ നടന്ന് ധൃതി വെച്ച് എന്നെ ടെൻഷൻ ആക്കല്ലേ, അവള് വരും. എടാ, ഇത് കഴിഞ്ഞോണം ഗ്രൗണ്ടിൽ പോയി 6 അടിക്കാൻ. ഇവിടെ ജീവിത പ്രശ്നമായിട്ട് ഇരിക്കുമ്പോഴാണ് അവന്റെ ഗ്രൗണ്ടിൽ കളി. എടാ തെണ്ടി, നീ വന്ന വഴി മറക്കല്ലേ. സീരിയസ് ആയിട്ട് എടുക്കല്ലേ, ചുമ്മാ പറഞ്ഞല്ലോ. എന്നാ നിനക്കൊള്ളാം. നാണ്ടവര് നിന്റെ RCB. പോയി പറയാല്ലേ? നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഈ സാല കപ്പ് നംദു. ജയ് CSK. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഡ്രസ് സെറ്റ്. ഹായ് റിയ. ഹായ്. ഞാനൊരു കാര്യം പറയാനായിരുന്നു. പറഞ്ഞു. അത് പിന്നെ എൻ്റെ ഹൃദയം അല്ലേ, വേണ്ട, ഞാനില്ലേ ഐ ലവ് യു. അടുത്ത ആഴ്ച രഞ്ജി ട്രോഫിയുടെ ക്യാമ്പ് തുടങ്ങും. അപ്പൊ പിന്നെ അതിനു മുന്നേ പറയാമെന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എന്ത് പക്ഷേ? എനിക്ക് ഇയാളെ ചെറുപ്പം തൊട്ടറിയാം. ഇയാളെ മാത്രമല്ല, ഇയാളുടെ അച്ഛനും അമ്മേനൊക്കെ എനിക്കറിയാം. അതുപോലെ എൻ്റെ അച്ഛനും ഇയാളുടെ ഫാമിലിയെ പറ്റി അറിയാം. പിന്നെ ഇയാളെപ്പോലെ സെറ്റിൽഡായ ഒരാളെ ഞാനും ആഗ്രഹിച്ചത്. പിന്നെ ഇപ്പം ക്രിക്കറ്റ് പ്ലെയറും ആണല്ലോ. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ ഇയാൾക്കറിയാലോ. പിന്നെ ഞാനും അവനും കൂടി നിങ്ങളുടെ ബസ്സിന് എത്ര വട്ടം കല്ലിറങ്ങിയിരിക്കുന്നു. അത് തന്നെ പ്രശ്നം. അയ്യോ, അത് ഞങ്ങൾ ചെറുപ്പത്തിൽ മറ്റേ കൺസെഷൻ കിട്ടാത്തതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും മനസ്സ് വെച്ചോണ്ടിരിക്കുകയാണോ?
അതല്ല, ഇയാളുടെ ആ ഫ്രണ്ടില്ലേ, അവനാ പ്രശ്നം. ഇയാൾ അവനോട് മിണ്ടുന്നത് എനിക്കിഷ്ടമല്ല. അവൻ്റെ ഒരു ലോക്കൽ മുണ്ടും കള്ളി ഷർട്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളു. ഇവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് നിർത്തുന്നോ അപ്പം നെസ് പറയും. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ബിസിനസ് എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേ കൊണ്ടുവന്നു. ഇവിടെ വന്ന ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലായിരുന്നു. അവിടുത്തെ കൂട്ടുകാരൊക്കെ വിട്ടിട്ട് വന്നല്ലേ. ഇവിടെ വന്ന് പുതിയ കുറച്ച് കമ്പനിയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. ഡെയിലി ഗ്രൗണ്ടിൽ പോയി നിൽക്കും, ആരെങ്കിലും കളിക്കാൻ കൂട്ടുമെന്ന് വിചാരിച്ച്. ഒറ്റൊരുത്തം മൈൻഡ് ചെയ്യൂല. ഒരു ദിവസം മടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന നിന്നപ്പോഴാണ് ആദ്യമായിട്ട് അവനെ കാണുന്നത്. നമ്മുടെ വീടാ. അവൻ്റെ കയ്യിലുള്ള ബാറ്റ് എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇന്നോട്ട് ഞാൻ അവൻ്റെ ടീമാണ്. ആ ബാറ്റ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ള. അവയില്ലായിരുന്നെങ്കിൽ നീ നേരത്തെ പറഞ്ഞ ബോണസ് ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടല്ലോ, അതുണ്ടാവില്ലായിരുന്നു. അവന്ന് എന്നോട് പറഞ്ഞ തന്നെ എനിക്കിന്ന് നിന്നോടും പറയാനുള്ളത്. ഞാൻ അവൻ്റെ ടീമാണ്. നീ എന്തായാലും ഇപ്പം ഇത് പറഞ്ഞത് നന്നായി. എന്തായാലും അവനെ വിട്ടൊരു പരിപാടിക്ക് ഞാനില്ല. ഈ കൂട്ടുകാരെ പണവും സ്റ്റാറ്റസും നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരി, പോട്ടെ. ധാരി വായി നോക്കി നിൽക്കുന്നേ. എന്താടാ പോയ കാര്യം? വാ, ആദ്യം പോയി 2 6 അടിക്കാം. അങ്ങനെ എന്തായി? ഇടിക്കലേ മാമ, മാറിക്ക്. കൂടുതൽ സസ്പെൻസ് കളിക്കുന്ന കാര്യം പറ. അത് വിട്. ഈ വർഷവും കപ്പ് ആസ്വദിക്കുക തന്നെ ആയിരിക്കുമല്ലേ. കാര്യം കോഹ്ലി നമ്മുടെ വൈനൊക്കെയാ. പക്ഷേ ഈ പ്രാവശ്യത്തെ കപ്പ് നമ്മുടെ സഞ്ജുവും തലയും കൂടെ അങ്ങ് തൂക്കും. ഉറപ്പിക്കാവോ? നിന്റെ കാര്യം പോലല്ല, ഈ കാര്യത്തിൽ എനിക്ക് ഷുവറാ.